എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തന്നെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. ഈ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ മുതൽ മുടക്കും അതുപോലെ തന്നെ ഇത് നഷ്ടം വരുമെന്നുള്ള പേടിയാണ് കുറേ പേരെങ്കിലും ഈ ബിസിനസ് തുടങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എല്ലാവർക്കും തന്നെ തുടങ്ങാൻ ആഗ്രഹമുള്ള ബിസിനസ് മേഖലകളാണ് ആട് വളർത്തൽ, കോഴി, പന്നി, മുയൽ, പശു എന്നിങ്ങനെയുള്ളത്. അപ്പോൾ ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില നൂലാമാലകളും അതുപോലെ തന്നെ ഉയർന്ന മുതൽ മുടക്കും ഇതൊക്കെയാണ് എല്ലാവരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഒരു ലൈസൻസും വേണ്ടാതെ ചെറിയ മുതൽ മുടക്കിൽ ഞാനീ പറഞ്ഞ ആട്, കോഴി, പന്നി, മുയൽ, പശുവിനെയൊക്കെ നിങ്ങളുടെ പരിമിതമായ സ്ഥലത്ത് നിങ്ങൾക്ക് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് കുറച്ച് പഴയ റൂളാണ്. 2024 ജൂലൈ 30 പബ്ലിഷ് ചെയ്ത ഒരു റൂളാണ്. ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന എണ്ണത്തിലുള്ള ആട്, കോഴി, പശു, പന്നി, മുയലിനൊക്കെ വളർത്താൻ വേണ്ടി യാതൊരുവിധ ബിൽഡിംഗ് പെർമിറ്റോ ലൈസൻസോ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2024 ജൂലൈ 30 ഈ റൂൾ വരുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് 2024 കേരള പഞ്ചായത്ത് രാജ് ലൈവ് സ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കോഴിയുടെ കാര്യം പരിശോധിക്കാം. 500 മുട്ടക്കോഴിയോ അല്ലെങ്കിൽ 500 ബ്രോയിലർ കോഴിയോ നിങ്ങൾ വളർത്തുന്നതിന് യാതൊരുവിധ ബിൽഡിംഗ് പെർമിറ്റോ ലൈസൻസോ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നാടൻ കോഴിയാണെങ്കിലും 500 എണ്ണം നിങ്ങൾക്ക് വളർത്താം. അതുപോലെ കാട ആണെങ്കിൽ 1000 എണ്ണം വരെ നിങ്ങൾക്ക് യാതൊരു ലൈസൻസിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ടർക്കി കോഴിയാണെങ്കിൽ 50 ടർക്കി കോഴി വരെ നിങ്ങൾക്ക് ലൈസൻസോ ബിൽഡിംഗ് പെർമിറ്റോ ഇല്ലാതെ വളർത്താൻ സാധിക്കും. അതുപോലെ എമു ആണെങ്കിൽ 15 എമുവിനെ വരെ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ വളർത്താൻ സാധിക്കും. ഇനി നമുക്ക് പശുവിൻ്റെ കാര്യം എടുക്കാം. 10 പശുവോ അല്ലെങ്കിൽ എരുമയോ പോത്തോ ഇതിനൊക്കെ വളർത്തുന്നതിന് നിങ്ങൾക്ക് ലൈസൻസോ ബിൽഡിംഗ് പെർമിറ്റോ ആവശ്യമില്ല. അതുപോലെ തന്നെ 50 ആടുകളെ വരെ ഈ റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലൈസൻസ് ഒന്നുമില്ലാതെ വളർത്താൻ സാധിക്കും. അതുപോലെ തന്നെ 5 പന്നിയെയും 50 മുയലിനെയും നിങ്ങൾക്ക് യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ വളർത്താൻ സാധിക്കും. അപ്പോൾ ഈ റൂളിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം ഇപ്പോഴും ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്കറിയാം, വലിയ രീതിയിൽ ഒരു ഫാമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് മുതൽ മുടക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലൈസൻസിങ്ങിൻ്റെ നൂലാമാലകൾ ഒരുപാടുണ്ട്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്രയും പൈസ മുടക്കി പെട്ടെന്നൊരു ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ മുതൽ മുടക്കിലൂടെ ഇതുപോലെയുള്ള ബിസിനസ് ചെയ്ത് യാതൊരുവിധ ലൈസൻസിൻ്റെ നൂലാമാലകളും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ വീടിനോട് ചേർന്ന് 1-2 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി വലിയ രീതിയിൽ ഒരു ബിസിനസ്സായിട്ട് ഇപ്പോൾ ഞാൻ 10 പശുക്കളെ വരെ വളർത്താൻ യാതൊരുവിധ ലൈസൻസും വേണ്ട, 5 പന്നികളെ വരെ വളർത്താൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു ബിസിനസ്സായിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി അത് പെട്ടെന്ന് നിങ്ങൾക്ക് പൊല്യൂഷൻ ബോർഡിൻ്റെ അനുമതിയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഒരു ടിപ്സ് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടാനും അതുപോലെ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ അനുമതി കിട്ടാനും വേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമാണ്, അഥവാ വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്. അത് നിങ്ങൾ എന്ത് ഫാം തുടങ്ങിയാലും, കോഴി ഫാം ആയാലും പന്നി ഫാം ആയാലും പശുവിൻ്റെ ആയാലും എന്തായാലും കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ അനുമതി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ് പറയുന്ന റൂൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മേൽക്കൂരയോട് കൂടിയ ഒരു മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിൽ ഉണ്ടായിരിക്കണം. അത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണെങ്കിലും അതുപോലെ നിങ്ങളൊരു വേസ്റ്റ് കുഴി കെട്ടിയെടുക്കുകയാണെങ്കിലും അതിനൊരു മേൽക്കൂര, അതായത് ഒരു വേസ്റ്റ് കുഴിയാണെങ്കിൽ അതൊരു സ്ലാബ് ഇട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മൂടിയിരിക്കണം. അതുപോലെ ബയോഗ്യാസ് പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾ സ്ലാബ് ഇട്ട് അത് കറക്റ്റായിട്ട് സ്മെല്ല് പുറത്തേക്ക് വരാതെ അത് കറക്റ്റായിട്ട് മൂടിയിരിക്കണം. അതാണ് ഇവർ മേൽക്കൂര എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ഏകദേശം ഒരു 30% കോഴി ഫാമുകളെങ്കിലും കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാത്തവരുണ്ട്. ചത്ത കോഴികളെ പ്രോപ്പറായിട്ട് മറവ് ചെയ്യാതെ പൊട്ടക്കിണറ്റുകളിലും അതുപോലെ തന്നെ കെട്ടിയെടുക്കാത്ത കുഴികളിലൊക്കെ ഇടുന്ന ഒരുപാട് ഫാമുകാർ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഓക്കെ, പക്ഷേ നാളെ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും അതിന് ലൈസൻസ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അവരാദ്യം പരിശോധിക്കുക വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. എങ്ങനെയാണ് ചത്ത കോഴീനെ കറക്റ്റായിട്ട് നിങ്ങൾ മറവ് ചെയ്യുന്നതെന്ന് നോക്കുക. അതിന് ശേഷമാണ് വീടുകൾ തമ്മിലുള്ള അകലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ പരിഗണിക്കുക. നിങ്ങളുടെ ഫാമിന് ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ അത് പരിസരത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് ഭയങ്കരമായിട്ട് സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ഫാം മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.